കീം എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കീം എക്സാം എന്നാൽ കേരളത്തിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ, ഫാർമസി വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിന് നടത്തുന്ന എൻട്രൻസ് എക്സാമാണ്. കേരളത്തിൽ എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് കോളേജസ്, സെൽഫ് ഫൈനാൻസിങ് കോളേജസ്, ഫാർമസി, ബി.ആർക്ക് എന്നീ മേഖലകളിൽ അഡ്മിഷൻ വേണ്ടവർ തീർച്ചയായും ഈ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം. കേരളത്തിൽ എഞ്ചിനീയറിംഗിനും ബി.ഫാമിനും ബി.ആർക്കിനും കേരളത്തിൽ പഠിക്കാൻ കീം എക്സാം നിർബന്ധമാണ്. ഈ എക്സാം എഴുതാൻ വേണ്ട ക്വാളിഫിക്കേഷൻ +2 മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ സബ്ജക്റ്റുകൾ എടുത്ത് +2-ന് 50% മാർക്കോടെ +2 വിജയിച്ചിരിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ മെഡിസിൻ ചേർന്നവർക്ക് നീറ്റ് എക്സാമിനും അപ്ലൈ ചെയ്യാം. കീം എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകൾക്ക് 120 ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ അനുവദിച്ചിരിക്കുന്ന സമയം 120 മിനിറ്റാണ്. ഈ 120 ഓരോ ചോദ്യത്തിനും 4 മാർക്കാണ്. മൊത്തം 480 മാർക്സ്. അതുപോലെ തന്നെ മാത്സിനും അനുവദിച്ചിരിക്കുന്ന സമയം 120 മിനിറ്റ്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ടോട്ടൽ മാർക്സ് 960. ഇതിൽ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നത് കീം എൻട്രൻസ് എക്സാം മൊത്തം മാർക്സിൻ്റെ 50%, +2 സെക്കൻഡ് ഇയർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ 50% മാർക്സ്, ടോട്ടൽ മാർക്സിൻ്റെ 50% ചേർത്താണ് കീം റാങ്ക് ലിസ്റ്റ് വരുന്നത്. കീം എക്സാം എഴുതി കഴിഞ്ഞ് അതിൻ്റെ സ്കോർ വന്നിട്ട് +2-ൻ്റെ മാർക്ക് ആഡ് ചെയ്യാനുള്ള ഡേറ്റ് വരും. അപ്പോൾ എല്ലാവരും +2-ൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞ് രണ്ടും കൂടി ഈക്വൽ റേഷ്യോയിൽ കൂട്ടിച്ചേർത്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. കീം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള മിനിമം എൻട്രൻസ് പാസ് മാർക്ക് 10 ആണ്. എൻട്രൻസിന് 10 മാർക്ക് ഇല്ലാത്തവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. ബിടെക്കിനും ഫാർമസി, ബി.ആർക്ക് അഡ്മിഷൻ കേരളത്തിൽ വേണമെങ്കിൽ കീം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കണം. ബി.ഫാർമസിക്ക് മാത്സ് സബ്ജക്റ്റ് എഴുതേണ്ടതില്ല. അവർക്ക് 90 മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി എന്നീ 2 പേപ്പർ മാത്രം എഴുതിയാൽ മതി. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. NCERT ബുക്ക് പഠിച്ചു വരുന്ന നിങ്ങൾക്ക് +2-ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എൻട്രൻസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക വഴി എൻട്രൻസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്ത നിങ്ങൾക്ക് കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിൽ നല്ല ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടും. ആൾ ദി ബെസ്റ്റ്.